എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മെജോഷ്. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ക്യാരറ്റ് കേക്ക്, ക്രിസ്മസ് സ്പെഷ്യൽ ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് റെസിപ്പികൾ കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാരറ്റ് കേക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. ഇത് 1 കപ്പ് മൈദപ്പൊടിയാണ്. 125 ഗ്രാമാണ് മൈദപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദപ്പൊടി. അതേപോലെ തന്നെ ഒരു പട്ടയുടെ പൊടിയും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കണം. അപ്പം മിയമോള് അവിടെ സ്റ്റെയിൻ ചെയ്ത് തരുന്നുണ്ട്. 2-3 പ്രാവശ്യമെങ്കിലും മിനിമം സ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ എല്ലാ സൈഡിലേക്കും എല്ലാ പൊടികളും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ സ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ്. എഗ് മിയ കുട്ടിയാണ്. 1 മോർ ഉണ്ടാ. അപ്പോൾ രണ്ടാമത്തെയും കൂടി ഇതുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലൈമിൻ്റെ ജ്യൂസാണ് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ടയുടെ ഫ്ലേവർ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ലൈം ജ്യൂസ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം സ്പീഡ് കുറേശ്ശെയായിട്ട് കൂട്ടി കൊടുക്കാം. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇതേപോലെ തന്നെ ആദ്യം കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ml ആണ്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കും. കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചതുരത്തിലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ ഗീ എടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഇതേപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ പോരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ബട്ടർ പേപ്പർ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മൈദപ്പൊടിയും കൂടി എടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എക്സസ് ഉള്ള പൊടി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കിയെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 4 പ്രാവശ്യം സ്റ്റെയിൻ ചെയ്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിച്ച പോലെയാവും. പിന്നെ അത് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണമാണ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ചെറുതാക്കി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 175 ഗ്രാമാണുള്ളത്. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസുള്ള 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 175 ഗ്രാമാണ്. അതും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തത് നമ്മൾ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഗ്യാസ് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ചെടുത്തത്. ഒരു 15 to 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ കേക്ക് ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ട്രയലിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേക്ക് ഒരു 15 മിനിറ്റ് കഴിയുന്ന ടൈമിൽ ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ടൂത്ത് പിക്കുമ്പോൾ ഒന്ന് ഒട്ടി പിടിക്കാണ്ടാവുമ്പോൾ കേക്ക് കുക്കായി എന്നാണ്. ആ ഒരു ടൈമിലാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് വെക്കേണ്ടത്. കേക്കൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. കേക്ക് ട്രയലിൽ നിന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. അങ്ങനെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നൈഫ് വെച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ പട്ടപ്പൊടി ചേർത്ത് കൊടുത്ത കാരണം തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇപ്പോൾ കോഴിമുട്ടയുടെ ഒരു സ്മെല്ലൊന്നുമില്ല. ലൈം ജ്യൂസ് ആദ്യം തന്നെ ചേർത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത കാരണം, പിന്നെ പട്ടപ്പൊടിയും ചേർത്ത കാരണം തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.